ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുമ്പം ഞാനിതൊരു വ്ളോഗാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം തലയും വാലും ഇല്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് മാറുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ദൈവം സഹായിച്ച് നല്ല രീതിക്ക് വന്നു. അപ്പം നമ്മളിന്നൊരു മെഷീൻ എടുക്കാൻ പോവാണ്. ഈ പോക്കിന് മെഷീൻ എടുക്കാമെന്ന് മാത്രമല്ല കേട്ടോ ഉദ്ദേശമുള്ളത്. കുറച്ച് ജ്വല്ലറികൾ വാങ്ങണം, അതായത് 1-2 പരിപാടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടറെ കാണിക്കണം, പിന്നെ നമ്മൾ മെഷീൻ എടുക്കണം, ഒരു ടോപ്പ് എടുക്കണം. അങ്ങനെ 4 ഉദ്ദേശത്തോടു കൂടി പോയ പരിപാടിയാണ്. എല്ലാം സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പൈസകളൊക്കെ ചുരുക്കൂട്ടി വെച്ചു. നമ്മളൊരു മെഷീൻ എടുക്കുകയാണ്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെയാണ് കേട്ടോ പോയത്. രാമനാട്ടര നമ്മുടെ കടേൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. രാമനാട്ടര എന്ന പാറമൽ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റില്ലേ, അവിടെ നിന്നുള്ള കടയിൽ നാട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ കാക്ക. എനിക്ക് നൂലിടുന്നതും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കണം, എനിക്കും പറഞ്ഞു തന്നു. സിംഗറിൻ്റെ മെഷീനാണ് ഞാൻ എടുത്തത്. അതായത് നോർമൽ മെഷീനാണ് കേട്ടോ, സാധാരണ ചവിട്ടി അടിക്കുന്ന സാധാരണ മെഷീൻ. കാരണം ഞാൻ അങ്ങനെ അടിച്ച് ശീലിച്ചിട്ടുള്ളൂ. ഞാൻ എവിടെയും പോയി പഠിച്ച ആളല്ല. മെഷീൻ എവിടെയും പോയി പഠിച്ചിട്ടോ ഞാൻ സ്വന്തമായിട്ടൊരു മെഷീനോ അല്ലെങ്കിൽ ഞാൻ ഏത് സ്കൂളിലോ കോളേജിലോ ആരുടെയും കീഴിലോ ചവിട്ടി അടിക്കാനോ പഠിക്കാനോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ സ്വന്തമായിട്ട് ചവിട്ടി പഠിച്ചതാണ് കേട്ടോ. അമ്മായിമ്മേൻ്റെ മെഷീൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് സ്വന്തമായിട്ട് മെഷീൻ ചവിട്ടി പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മേ ബി ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ സ്പീഡ് മെഷീനൊന്നുമല്ല, നോർമൽ സാധാരണ മെഷീനാണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു പറഞ്ഞു മോട്ടർ വെക്കണമെങ്കിൽ വെക്കാമെന്ന്. അപ്പം ഞാൻ വെച്ചു ഇതന്നെ സെലക്ട് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ കൊണ്ട് നടക്കാനും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ സുഖമാണ്. ഇതിൻ്റെ ടേബിളൊന്നും ഇത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു കുഞ്ഞ് ബോക്സൊക്കെ തരുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് തോനെ പിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് സൂചി, മെഷീൻ്റെ സൂചി വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞാൽ അധികവശാലും പൊട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചുകൊണ്ട് ഈ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ്, അങ്ങനെ ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. 2 കൊല്ലത്തെ വാറണ്ടിയുള്ള ഈ മെഷീനാട്ടോ തന്നത്. സ്വന്തം വാങ്ങിയ മെഷീനാട്ടോ, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ മെഷീൻ. അപ്പോൾ അത് ആദ്യമായിട്ട് ചവിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ, ആ സന്തോഷമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ചവിട്ടിയാക്കാം. ഇതിന് നൂലൊന്നും സൂചിയൊന്നും ഇട്ടില്ല, ഒന്ന് ലൂസാവാണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചവിട്ടായി വെച്ചോ. സത്യം പറഞ്ഞാൽ ഇത് ഒരു 4-5 വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. അതിന് മുന്നേ ഒക്കെ ഞാൻ സാധാ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ സ്വന്തം മെഷീനല്ല. പിന്നെ ഒക്കെ പുറമെ കൊടുക്കലാണ്. അധികം ഞാൻ തുന്നിയിട്ടാണ് ഇടാറ്, അതായത് ഷേപ്പാക്കണ കാര്യങ്ങളൊക്കെ ഞാൻ തുന്നിയിട്ടാണ് ഇടല്. അപ്പോൾ ഇപ്പം എനിക്ക് സ്വന്തം മെഷീനായി. ഇനി കീറിയതോ അങ്ങനെ എന്തായാലും എനിക്ക് സ്വന്തമായിട്ട് അടിക്കാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഒരു ABCD അറിയാത്ത ഒരാൾ ഞാൻ മെഷീനെ കുറിച്ചിട്ട്. പക്ഷേ അനിയത്തിയും ഞാനും കൂടെ ഓളെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ പോയി എടുത്തത്. ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം മെഷീനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ പോയെടുത്തു. പിന്നെ നമ്മൾ മെഷീൻ എടുക്കാൻ പോയ സ്ഥലത്തെ ആളായാലും അടിപൊളിയാണ്. മൂപ്പർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എങ്ങനെ എന്ത് പ്രശ്നം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞു, നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം സഹായിച്ച് എനിക്കൊരു മെഷീൻ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വ്ളോഗാക്കി ഇടണമെന്ന് കുറേ ആയി വിചാരിക്കണം കേട്ടോ. അപ്പം അത് എന്തായാലും ഇന്ന് സാധിച്ചു. ഇനിയിപ്പോൾ ഇത് വീട്ടിലെത്തിക്കേണ്ട ഒരു കടമുണ്ട്. ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ടൈം ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടാനായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് അങ്ങോട്ടേക്ക് മാറ്റണം. ഈ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.